കാലാവസ്ഥകൾ മാറിമറിയുന്ന ഈ കാലത്ത് കെട്ടിട നിർമ്മാണ രംഗത്ത് വാട്ടർ പ്രൂഫിംഗ് ആഡംബരമല്ല, അനിവാര്യമാണ് എന്ന് തെളിയിച്ച സംരംഭകനാണ് ഡാം ഷുവർ എക്സ്പെർട്ട് ബിൽഡ് കെയർ സ്ഥാപകനും ചെയർമാനുമായ ശ്രീ മുഹമ്മദ് റഫി KM. KMGCയുടെ തുടക്കം എന്ന് പറയുന്നത് 1996 യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ എത്തിപ്പെട്ടത്. പിന്നീട് അതിൻ്റെ സാധ്യത മനസ്സിലാക്കി ഈ ഫീൽഡിൽ ഇറങ്ങി. 1995-96 കാലഘട്ടത്തിൽ ഒരു സാധാരണ വാട്ടർ പ്രൂഫിംഗ് തൊഴിലാളിയായി തുടങ്ങിയ ഒരു യുവാവിന്റെ യാത്ര ആത്മവിശ്വാസവും പ്രതീക്ഷയും സ്വപ്നങ്ങളും കൊണ്ടെത്തിച്ചേർന്നത് KMGC വാട്ടർ പ്രൂഫിംഗ് ആൻഡ് പെയിന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മാനുഫാക്ചറിംഗ് പ്രോജക്റ്റിലേക്കായിരുന്നു. 2000-2001 ഞങ്ങളൊരു ബിറ്റുമിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു. പിന്നീട് എപ്പോക്സി റെസിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്തു. എന്നിട്ട് വീണ്ടും ഒരു 10 വർഷം കഴിഞ്ഞു ഒരു വൈഡായിട്ടുള്ള മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാൻ KMGC. കാലഘട്ടത്തിലാണ് ശ്രീ മുഹമ്മദ് റാഫി KM ഡാം ഷുവർ എക്സ്പെർട്ട് ബിൽഡ് കെയർ എന്ന ബ്രാൻഡിന് ജന്മം നൽകിയത്. 2015 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു 2019 കൂടിയിട്ടാണ് ഡാം ഷുവറിൻ്റെ ജന്മം. ഡാം ഷുവർ എന്ന് പറയുന്നത് ഒരു വൈഡ് ബ്രാൻഡായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ആ ബ്രാൻഡിനെ ജനങ്ങൾ സ്വീകരിക്കുകയും നല്ല രീതിയിൽ സ്വീകരിക്കുകയും നല്ല റെസ്പോൺസ് കിട്ടുകയും ചെയ്തു. മാർക്കറ്റിലും മറ്റ് വലിയ വലിയ പ്രൊജക്റ്റുകളും എയർപോർട്ട് മുതൽ അദാനി എയർപോർട്ട്, അതേപോലെ ഒരുപാട് വലിയ വലിയ പ്രൊജക്റ്റുകൾ 500-ലധികം വലിയ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ കമ്പനി ഡയറക്റ്റ് ചെയ്തു. കസ്റ്റമർക്ക് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് മാത്രം പോരാ, അത് കടയിൽ പോയാൽ ആർക്കും കിട്ടും. പക്ഷേ അതിൻ്റെ കൂടെ സർവീസും കൂടി വേണം. അതാണ് ഡാം ഷുവറിന് വേറിട്ടുന്നത്. അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള വാറണ്ടി, ആ ടൈമിനിടയ്ക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് നഷ്ടം സഹിച്ചും ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്, അത് ഇനി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ജനങ്ങൾ ഡാം ഷുവറിനെ ചൂസ് ചെയ്യുന്നത്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒപ്പം ഈ പ്രസ്ഥാനവുമായി ചേർന്ന് നേരിട്ടും അല്ലാതെയും പ്രവർത്തിക്കുന്ന 2500-ൽ പരം കുടുംബങ്ങളുടെ അതിജീവനത്തിന്റെ വഴികാട്ടിയും കൂടിയാണ് ഇന്ന് ശ്രീ മുഹമ്മദ് റഫി KM. ഡാം ഷുവറിനെ സംബന്ധിച്ച് ഒരു കെട്ട് പണം കൊണ്ട് വന്നിട്ട് അവരെ പണം വാങ്ങി വെച്ചിട്ട് അവരെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് ഇറക്കി വിടുന്ന പരിപാടിയേ അല്ല. ഞങ്ങൾ ആദ്യം അവരെ ട്രെയിനിങ് നൽകും. 5 ലെവൽ ട്രെയിനിങ് നൽകി അവരെ അപ്ലിക്കേറ്ററാക്കി എടുത്ത് അവരെ അപ്ലിക്കേഷൻ ലെവലിൽ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആയി അവരുടെ വർക്കും പെർഫെക്റ്റ് ആയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രാഞ്ചൈസിയിലേക്കാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവരത്രക്ക് ഷാർപ്പായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല, അതിന് ഒരു രൂപ പോലും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതില്ല. ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് സമ്പാദിക്കുന്ന ഒരു പോളിസിയാണ് ഡാം ഷുവർ മുന്നോട്ട് വെക്കുന്നത്. താല്പര്യം വേണം, ആത്മാർത്ഥത വേണം. അത് മാത്രം കൈമുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ബിസിനസ്സുകാരനാവാം എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. ഡാം ഷുവറിൻ്റെ സക്സസ്സിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും, അതിൽ ഒരാളെ പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള നല്ല സ്മാർട്ട് വർക്കിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന സക്സസ് എന്ന് പറയുന്നത്. പ്രതിസന്ധികൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതെല്ലാം നല്ല സ്റ്റാഫുകളുടെ, എനർജിയുള്ള സ്റ്റാഫുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി ചെയ്യുമായിരുന്നു. വർക്കെല്ലാം ഞാനാണ് ചെയ്തു തുടങ്ങിയത്. ഇന്ന് ഞാനതൊന്നും അറിയുന്നില്ല. ഇന്ന് കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ മാത്രം മാനുഫാക്ചറിങ് യൂണിറ്റ്, അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ വക കാര്യങ്ങളിൽ മാത്രം ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റതെല്ലാം ഈ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ സ്റ്റാഫുകളുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് അതൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നത്. ഇനി തുടർന്നും ആ ഒരു വിശ്വാസം മറ്റൊരു കമ്പനിക്കും നൽകാൻ പറ്റാത്ത തരത്തിലുള്ള പുതിയ പുതിയ ഇന്നോവേഷൻ പ്രോഡക്റ്റുകൾ ഞങ്ങൾക്ക് മാർക്കറ്റിലേക്ക് വെക്കാൻ കഴിയും. അതിൻ്റെ വലിയ റിസർച്ച് ടീം കമ്പനിക്കുണ്ട്, ഡാം ഷുവറിനുണ്ട്. അതാണ് ഡാം ഷുവറിൻ്റെ ഒരു പ്രത്യേകത.